എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് സോയാ സോസ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1 സ്പൂണൊക്കെ ചേർത്താൽ മതി. ഞാൻ ഒരു 2.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് തിരുമ്മി നല്ല പോലെ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറച്ച് നേരം അധികം വെക്കുന്നത് നല്ലതാണ്. അതിലേക്ക് എല്ലാ മസാലകളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് കോൺഫ്ലവർ ഇതിന് കുറച്ച് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി കേട്ടോ. ഞാൻ കുറച്ച് ക്രിസ്പി പോലെ ഉണ്ടാക്കുന്ന കാരണം ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കുറയ്ക്കട്ടോ. എന്നിട്ട് നല്ല പോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഇത് മൈദയും കോൺഫ്ലവറിൻ്റെയൊക്കെ കോട്ടിങ് വരുന്ന കാരണം കൊണ്ട് ഉള്ളു കുറച്ച് വേവാൻ സമയമെടുക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ വേവിച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ചില്ലി ചിക്കനിലേക്ക് ആവശ്യമുള്ളത് സബോള നമുക്ക് കട്ട് ചെയ്യാം. അത് വലിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും വലിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ചില്ലി ചിക്കനിലേക്ക് ഉള്ള ആവശ്യമുള്ള സോസ് തയ്യാറാക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും മതി. പിന്നെ സോയാ സോസ് 1 സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ പാനിലേക്ക് ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഗാർലിക്കും 2-3 പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കും സബോളയും കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അതൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുരുമുളക് ആവശ്യമില്ലെങ്കിൽ ഇടണ്ട. എരിവ് സ്പൈസി അല്ലാത്തതാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇടണം എന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് വെച്ച ആ മിക്സ് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി ആയിട്ടുള്ള ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ഒഴിക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തത്. ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ഒഴിച്ചത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഇത്തിരി കൂടി കോൺഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രേവി ആയിട്ടുള്ള ലൂസ് കൺസിസ്റ്റൻറ്റിലുള്ള മിക്സ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ലാസ്റ്റ് നമുക്ക് സോസ് ഒഴിക്കാൻ, ടൊമാറ്റോ സോസ് ഒഴിക്കാൻ മറക്കരുത്. അതും കൂടി ഒഴിച്ച് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാൻ 1.5 ഗ്ലാസ് അരി കേട്ടോ. ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമുക്ക് കഴുകി സോക്ക് ചെയ്യാൻ വെച്ച ഗ്യാപ്പിൽ നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, പിന്നെ ഓയിൽ അത്യാവശ്യം ഇത്തിരി ഓയിൽ കൂടുതൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ഒരു ഭയങ്കര കുക്കാവരുത്. പിന്നെ റൈസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ, ഇത്തിരി വേവ് കുറച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. എപ്പോഴും ഫ്രൈഡ് റൈസ് നമുക്ക് അങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വേവ് കുറച്ചെടുത്തിട്ട് നമുക്കത് വാർത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ആവശ്യത്തിന് ഞാൻ 3 എഗ്ഗാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ റൈസിനനുസരിച്ച് നമുക്ക് എഗ്ഗ് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗ് ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല കൊത്തി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് നല്ലപോലെ കൊത്തി പൊരിച്ചെടുക്കാം കേട്ടോ. എൻ്റെ അപ്പൻ ഒരു ചൈനീസ് ഷെഫ് കേട്ടോ. പക്ഷെ അപ്പൻ അങ്ങനെ ഉണ്ടാക്കി തരാറൊന്നുമില്ല, വല്ലപ്പോഴും ഒരിക്കൽ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഗ്ഗ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ എന്നിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് സ്പ്രിംഗ് ഓണിയൻ, ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ട് നല്ല പോലെ അത് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. അത് എഗ്ഗ് അതിലേക്ക് സോയാ സോസിൻ്റെ അതൊക്കെ നമുക്ക് അതിലേക്ക് പിടിക്കണം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ
പിന്നെ ഊറ്റി വെച്ചിരിക്കുന്ന ആ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പയ്യെ മിക്സ് ചെയ്യുക കേട്ടോ. റൈസ് ചേർത്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനെ പയ്യെ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വീട്ടിലൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വലിയ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കാരണം ഈസി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും.